ഇത് എല്ലാവർക്കും ഈസിയായിട്ടും നേട്ടമുണ്ടാകാവുന്ന ഒരു കൂട്ടുകറിയാണ് ഇത്. ഇതിപ്പം പച്ചക്കറി ഫ്രിഡ്ജിനകത്ത് അധികം കിടന്ന് ഇപ്പം മഴയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നങ്ങ് ചീത്തയായി പോകും. അപ്പോൾ അതിന് ഇച്ചിരി മത്തങ്ങയും പിന്നെ 2 കഷ്ണം വെള്ളരിക്കായും ഇച്ചിരി തടിയും കായും ഒക്കെ എടുത്ത് അരിഞ്ഞ് പിന്നെ ഇച്ചിരി ചെറുപയർ അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി മാറ്റി വെച്ച്, എന്നിട്ട് നമ്മുടെ ഈ മത്തങ്ങയും തടിയും കായും വെള്ളരിക്കായും കൂടെ പിന്നെ നന്നായിട്ട് കഴുകി 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് കുക്കറിനകത്തിട്ട് നമ്മുടെ ചെറുപയറും കൂടെ കുക്കറിനകത്തിട്ട് നന്നായിട്ട് ചെറുപയർ കുറച്ച് 2 മണിക്കൂറോളം നമുക്ക് വെള്ളത്തിലിട്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ ഞാൻ വെള്ളത്തിലിട്ടിരുന്നില്ല. ഇതിപ്പം ഇതെല്ലാം കൂടെ കുക്കറിനകത്തിട്ട് വെള്ളം ഒഴിച്ച് അടച്ച് ഒരു 4-5 വിസിൽ ഞാൻ കുക്കറിനകത്ത് കേൾപ്പിച്ചേ. അതിനുശേഷം തേങ്ങ തിരുമ്മി അതിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ചുമന്നുള്ളി 2-3-4 കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, 2 വെളുത്തുള്ളി അല്ലി, ഒരു ഇച്ചിരി ജീരകം, ഇതെല്ലാം കൂടെ നല്ല തരിതരിയായിട്ട് അരച്ച് നല്ല രീതിയിൽ പേസ്റ്റ് മാതിരി അരിക്കണ്ട. അതിന് ശേഷം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പേസ്റ്റ് മാതിരി തരിതരിയായിട്ട് അരച്ച് ഈ കൂട്ടിനകത്ത് ഇട്ടതിന് ശേഷം പിന്നെ കടുക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിശ്ശേരിക്കൊക്കെ കടുക് വറുക്കുന്ന മാതിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചുവന്നുള്ളിയും വറ്റൽമുളക് ചതച്ചതും ശകലം മുളക് പൊടിയും കൂടെ ചേർത്ത് കറിവേപ്പിലയും അതിൻ്റെ കൂടെ തേങ്ങ കുറച്ച് തിരികെ ചേർത്തിട്ടുണ്ടായിരുന്നു. തേങ്ങയും കൂടെ ചേർത്ത് കറിവേപ്പിലയൊക്കെ ഇട്ട് മൂപ്പിച്ച് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അതിലിട്ട് ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിക്കാമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്.